सवाल नंबर 1, इनमें फ्योल कौन सा है? ऑप्शंस खाना, ദാന, റാന, ലാന. ചോദ്യം ഇങ്ങനെയാണ്, ഇതിൽ താഴെ തന്നതിൽ ഫ്യോല് പ്രവൃത്തി ഏതാണ്? ഖാന. ഖാന എന്ന് പറഞ്ഞ ഒരു വാക്ക് ഇതുപോലെ ഉറുദുവിലില്ല. ഖാന തിന്നുക എന്നുള്ളതാണെങ്കിൽ കാഫ്, ഹാവ്, അലിഫ്, നൂന്, അലിഫ് ഈ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് ഇവിടെ സ്പെല്ലിങ് തെറ്റായാണ് കൊടുത്തത്. അതുകൊണ്ട് ഇത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. രണ്ടാമത്തെ ദാന. ദാന എന്ന് പറഞ്ഞാൽ ധാന്യം. അപ്പം അത് ഫ്യോലല്ല, പ്രവൃത്തിയല്ല, ഒരു നാമമാണത്. സി റാന. റാണ. റാണ എന്ന് പറഞ്ഞ ഒരു ആളെ പേരാണ്, അതും പ്രവൃത്തിയല്ല. ഓപ്ഷൻ ഡി ലാന. ലാന എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക, അതാണ് അതിലെ ആൻസർ ഫ്യോല്. സവാൽ 2, സിഹത്ത് കെ ലിയെ കൗൻ സാ ബർത്തൻ അച്ഛാ ഹെ? സിഹത്ത് എന്ന ആരോഗ്യം, ആരോഗ്യത്തിന് വേണ്ടി ഏത് പാത്രമാണ്? ബർത്തൻ പാത്രം, ഏത് പാത്രമാണ് നല്ലത്? ഓപ്ഷൻസ് പ്ലാസ്റ്റിക്, മിട്ടി, മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ പാത്രം, ചാന്തി, ചാന്തി എന്ന് പറഞ്ഞാൽ വെള്ളിൻ്റെ പാത്രം, സോന സ്വർണത്തിൻ്റെ പാത്രം. ഇതിലേതാണ് ആരോഗ്യത്തിന് നല്ലത്? സവാൽ നമ്പർ 3, മിസ്ര കിസെ കഹ്തേ ഹെ? മിസ്ര എന്ന് പറയുമ്പോൾ അത് ഏതിനാണ് പറയുന്നത്? അപ്പോൾ പദ്യത്തിൽ പരാമർശിക്കുന്ന ഒരു സംഗതിയാണ് മിസ്ര. ഷേർ കി പഹലി ലൈൻ ഖോ, ഷേർ കി ഏക് ലൈൻ ഖോ, ഷേർ കി ദോനോ ലൈൻ ഖോ, ഷേർ കി ദൂസരി ലൈൻ ഖോ. ഇവിടെ ഇതിന് ആൻസർ വരുന്നത് ഷേർ കി ഏക് ലൈൻ ഖോ. അപ്പം നമ്മൾ ഷേർ എന്ന് പറഞ്ഞാൽ ഒരു പദ്യത്തിലെ 2 വരികളാണ്. അപ്പോൾ ഒരു പദ്യത്തിലെ ഒരു വരിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മിസ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഷേർ കി പദ്യത്തിൻ്റെ ഏക് ലൈൻ ഖോ, ഒരു ലൈനെയാണ് മിസ്ര എന്ന് പറയുന്നത്. സവാൽ നമ്പർ 5, യോമ അത്ഫാൽ കബ് ഹെ? 11 നവംബർ, 14 നവംബർ, 9 നവംബർ, 8 നവംബർ. അത്ഫാൽ എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ. അപ്പം ചിൽഡ്രൻ ഡേ എന്നാണ് ചോദിച്ചത്, അത് ഏത് ദിവസത്താണെന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. സവാൽ നമ്പർ 6, എസ് എം സർവർ സാഹിബ് കി വഫാത്ത് കഹാ ഹുയി? എസ് എം സർവർ സാഹിബ് എന്ന് പറഞ്ഞ ഉറുദുവിൽ, കേരളത്തിലെ ഉറുദു സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെട്ട ഉറുദു സാഹിത്യകാരനാണ്. ഉറുദുയുടെ തുടക്കക്കാരൻ. പല രൂപത്തിൽ എസ് എം സർവർ സാഹിബ് അറിയപ്പെടുന്നുണ്ട്. ആ വഫാത്ത്, മരണം എവിടെ? തൃശ്ശൂർ, മലപ്പുറം, കാട്ടൂർ, കണ്ണൂർ. മലപ്പുറമാണ് ആൻസർ. തൃശ്ശൂർ ജില്ലയിൽ ജനനം, മരണം മലപ്പുറം ജില്ലയിൽ. കോൺസ ജുംല സഹി നഹി ഹെ? ഏത് ജുംലയാണ്, ഏത് വാക്യം ആണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ്. 4 3 ശരി ആണ്, 1 ശരിയല്ല. യെ മേരാ ദോസ്ത് ഹെ, യെ മേരാ ഘർ ഹെ, യെ മേരാ കിതാബ് ഹെ, യെ മേരാ കലം ഹെ. ഇതിൽ മേരാ കിതാബ് ഹെ എന്നുള്ളതാണ് ഇതിൽ ശരിയല്ലാത്തത്. കാരണം കിതാബ് എന്നുള്ള മുഅന്നസാണ്, സ്ത്രീലിംഗം ആയതുകൊണ്ട് നമ്മൾ മേരാ എന്ന് പറയില്ല. മേരി കിതാബ്, പ്യാരി കിതാബ്, ഹമാരി കിതാബ് അങ്ങനെ പറയില്ലേ. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, ശരിയല്ലാത്തത്. നെക്സ്റ്റ്, പാനിക്ക മുത്രാദിഫ് ലഫ്സ്. മുത്രാദിഫ് എന്ന് പറയുന്നത് അതിന് പര്യായ പദം, അതുപോലെ സമാനമായൊരു പദം ഏതാണെന്നാണ് ചോദിക്കണേ. പാനി പറഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ ഇതിൽ ആബ്, ഹവ, മാഹോല്, ഫിസ. ആബ് എന്ന് പറഞ്ഞാൽ വെള്ളം, ഹവ കാറ്റ്, മാഹോൽ പരിസ്ഥിതി, ഫിസ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം. നെക്സ്റ്റ്, വോ സ്കൂൾ ബഹുത് അച്ഛാ ഹെ? യഹാ വമീർ ക്യാ ഹെ? വോ സ്കൂൾ, ആ സ്കൂള് ബഹുത് അച്ഛാ ഹെ, നല്ല സ്കൂളാകുന്നു. യഹാ വമീർ ക്യാ ഹെ? വമീർ ഇതിലേതാണ്? വോ എന്നുള്ളതാണോ, അച്ഛ എന്നുള്ളതാണോ, ബഹുത്ത് എന്നുള്ളതാണോ, സ്കൂൾ എന്നുള്ളതാണോ? വോ സ്കൂൾ ബഹുത്ത് അച്ഛാ ഹെ, യഹാ സമീർ ക്യാ ഹെ? ഇവിടെ സർവനാമം ഏതാണെന്ന് ചോദിക്കുക. വമീർ, സമീർ എന്ന് പറഞ്ഞാൽ സർവനാമം. അറബിയിൽ പഠിക്കാണ്ടാവും. അറബിയിൽ വമീർ എന്ന് പറയും, ഉറുദുവിൽ നമ്മൾ സമീർ എന്ന് പറയും. അപ്പം ഇതിൽ വോ എന്ന് പറഞ്ഞാൽ അത്, അവൻ, അവൾ, ആ ഇതൊക്കെയാണ് പറയല്. യഹ് എന്ന് പറയുമ്പോൾ ഇത്, ഇവൻ, ഇവൾ എന്ന പോലെ ഇവിടെ ഇതാണ് ആൻസർ. മറ്റതൊക്കെ ആൻസർ അല്ല. നെക്സ്റ്റ്, ഹം ആങ്ക് സേ ദേഖ്തേ ഹൈ, നാക് സേ ഡാഷ് ഹൈ? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നു,
നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ മൂക്കാണ്, അതിനാണ് നാക്ക്. മൂക്ക് കൊണ്ട് നമ്മൾ എന്താ ചെയ്യണേ? സോച്തേഹെ ചിന്തിക്കുന്നു, സൂങ്തേഹെ മണക്കുന്നു, കാത്തേഹായി തിന്നുന്നു, പീത്തേഹായി കുടിക്കുന്നു. അപ്പോൾ ഇതിൽ ആൻസർ നിങ്ങൾ തിരഞ്ഞെടുത്ത്. അടുത്ത ചോദ്യം, കുറേ ചോദ്യം സ്കിപ്പ് ചെയ്താൽ പോകുന്നത്. 26 जनवरी को 26 जनवരിയിൽ കോൺസാ ദിൻ മനായ ജാത്താ ഹെ, ഈ ദിവസം ഏത് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? യോമ താലീം വിദ്യാഭ്യാസ ദിനം, യോമ മാഹോലിയത്ത് പരിസ്ഥിതി ദിനം, യോമ ആസാദി സ്വാതന്ത്ര്യ ദിനം, യോമ ജമൂരിയ റിപ്പബ്ലിക് ദിനം. ആൻസർ നിങ്ങൾ കാണാം. ഹിന്ദുസ്ഥാൻ കി റൂഹ്, ഇന്ത്യയുടെ ആത്മാവ്, ഗാവമേ ഹൈ, ഗ്രാമങ്ങളിലാകുന്നു. ഈ കിസ്നെ കഹ, ഇത് ആരാ പറഞ്ഞത്? ഡോക്ടർ അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, ഗാന്ധിജി. അടുത്ത കുത്തുബ് മിനാർ കിസ്കി യാദ്ഗാർ ഹേ. കുത്തുബ് മിനാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് സാമൂഹ്യശാസ്ത്രങ്ങളിലൊക്കെ. ഇത് ആരുടെ സ്മരണാർത്ഥം ഉണ്ടാക്കിയതാണ്? ഖലി കുത്തുബ് ഷാ, കുത്തുബുദ്ദീൻ ഐബക്, അബ്ദുള്ള കുത്തുബ് ഷാ, കുത്തുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കി. ലഫ്സ് ബോർഡർ, ബോർഡർ എന്നുള്ള ഇവിടെ ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ട്. ബോർഡർ എന്നുള്ള ലഫ്സ് പദം ഉറുദു ലഫ്സിക്കായ, അതിൻ്റെ ഉറുദു എങ്ങനെയാണ്? ഇലാക്ക, ഇലാക്ക എന്ന പ്രദേശം, സർഹദ് എന്ന അതിർത്തി, പഹാഡി ഇലാക്ക പർവ്വത നിര അല്ലെങ്കിൽ മലഞ്ചെരുവ് എന്നൊക്കെ പറയാം, മലമ്പ്രദേശം. ഗാവ് ഗ്രാമം. അപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ സർഹദ് അതിർത്തി, ബോർഡർ. അടുത്തത് തലാഷ് ഹക്ക് കിസ്കി ഹുദ്നോഷ്ത് സ്വാന ഉമരി ഹെ. തലാഷ് ഹക്കറിന സത്യാന്വേഷണ പരീക്ഷണം, സത്യാന്വേഷണ ആത്മകഥയാണത്. ഇത് ആരുടെ കൃതിയാണെന്ന് ചോദിക്കണേ. ഇവിടെ ആൻസർ ഉണ്ട്. ഗാന്ധിജി, അബ്ദുൽ കലാം ആസാദ്, ജവഹർലാൽ നെഹ്റു. അടുത്തത് അബുൽ കലാം ആസാദ് കി പൈദായിഷ് കഹാ ഹുയി. അബുൽ കലാം ആസാദിൻ്റെ ജനനം അല്ലെങ്കിൽ ജന്മം എവിടെയാണ്? മക്കയിൽ, അഫ്ഗാനിസ്ഥാനിൽ, പഞ്ചാബിൽ, ഇറാഖിൽ. അതൊക്കെ നിങ്ങൾ സോഷ്യൽ സയൻസായിട്ട് ബന്ധപ്പെട്ടതാണ്, നിങ്ങളത് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇന്ന് പഠിക്കുക.